വാലുവേഷൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പല വിധത്തിലാണ്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഹോം വാലുവേഷൻ ഉണ്ടായിരുന്നു, ദെൻ സെൻട്രലൈസ്ഡ് വാലുവേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു, ദെൻ പല കോളേജുകളും ഓട്ടോണോമസ് ആക്കിയതുകൊണ്ട് ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും ലാസ്റ്റ് സെമസ്റ്റർ മാത്രം യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് വാലുവേഷൻ ക്യാമ്പ്, ബാക്കിയെല്ലാം കോളേജിലത്തെ ടീച്ചേഴ്സ് തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ 4 ഇയർ UG ഡിഗ്രി പ്രോഗ്രാം വന്നപ്പോൾ 1, 3, 5 ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ നടത്തുന്നത് അതാത് കോളേജുകളും, ദെൻ 2, 4, 6 ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ നടത്തുന്നത് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പുമാണ്. പറയുമ്പോൾ ഇതൊക്കെ നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹോം വാല്യുവേഷനേക്കാളും നല്ലതാണ് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ്. ഓട്ടോണോമസ് ആയപ്പോൾ കുറച്ചും കൂടി പെർസെൻറ്റേജ് കൂടും. നിങ്ങൾ പലപ്പോഴും ഓട്ടോണോമസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പെർസെൻറ്റേജ് മാർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് 4 ഇയർ UG ഡിഗ്രി പ്രോഗ്രാം വന്നപ്പോൾ അതാത് കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുമ്പോൾ പലരും പറയാറുണ്ട് നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഫോൾസ് നമ്പറാണ്, ദെൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പേപ്പർ നോക്കില്ല, സബ്ജക്റ്റിവിറ്റിയോ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഗ്രഡ്ജോ പേഴ്സണൽ ഗ്രഡ്ജോ നോക്കാതെയാണ് പേപ്പർ നോക്കുന്നത് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ പല ടീച്ചേഴ്സിനും പല വിദ്യാർത്ഥികളുടെയും ഹാൻഡ് റൈറ്റിംഗ് അറിയാം, ദെൻ സബ്ജക്റ്റിവിറ്റി അവിടെ അപ്ലൈഡ് ആവുന്നുണ്ട്. ടീച്ചറുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദം വെച്ച് പുലർത്തുന്നവർക്ക് ചെറിയ രീതിയിലെങ്കിലും അത് ഉപകാരപ്രദമായിരിക്കും. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നല്ല, പലപ്പോഴും പറയുമ്പോൾ എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റിവിറ്റി വേഴ്സസ് സബ്ജക്റ്റിവിറ്റി പലപ്പോഴായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ പറയേണ്ടി വന്നത് 4 വർഷ UG പ്രോഗ്രാമും 3 വർഷ UG പ്രോഗ്രാമിൻ്റെ വാല്യുവേഷൻ നല്ല രീതിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ് ആണെങ്കിൽ ഓക്കെ, ഹോം വാല്യുവേഷനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ സ്വന്തം കോളേജിലത്തെ ടീച്ചേഴ്സ് പേപ്പർ നോക്കുന്നതും സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പിലത്തെ ടീച്ചേഴ്സ് നോക്കുന്നതും രണ്ട് തന്നെയാണ്. ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ 4 ഇയർ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരുമ്പോഴും ദെൻ 3 ഇയറിൻ്റെ ഇപ്പോൾ 3, 4, 5, 6 സെമസ്റ്റർ റിസൾട്ട് വരുമ്പോഴും നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോണോമസ് കോളേജിലത്തെ ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടും മറ്റുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടി സ്ക്രൂട്ടനൈസ്ഡോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസവും അന്തരംഗവും കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ പറഞ്ഞു വന്നത് മാറുന്ന വാല്യുവേഷൻ ലോകത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉപകാരമാണെങ്കിൽ മറുവിഭാഗം വിദ്യാർത്ഥികൾക്ക് അത് നേരെ മറിച്ചാണ്. കാര്യങ്ങൾ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.